നിങ്ങൾക്ക് ഈ സ്ത്രീകളെ അടുത്തിരുത്തിയാൽ മാത്രമേ, നിനക്ക് അടുത്ത് സ്ത്രീകൾ എടുത്താൽ മാത്രമേ നിനക്കൊക്കെ ക്ലാസ് എടുക്കാനുള്ള മൂഡ് വരുള്ളൂ എന്നുണ്ടെങ്കിലും അതൊരു അസുഖമാണ്. നമ്മുടെ നാട്ടിൽ അത് ഞരമ്പിന്റെ അസുഖം എന്ന് പറയും. അതിനെ ഡോക്ടറെ കാണിച്ചാൽ മതി. ഈ സ്ത്രീകളെ കണ്ടാൽ മാത്രമേ ക്ലാസ് എടുക്കാനുള്ള ഒരു മൂഡ് വരുമെന്ന് അങ്ങനെ ഉണ്ടോ? സ്ത്രീകളെ കാണണം എന്നൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ പുരോഗമിക്കണം എന്നുണ്ടെങ്കിൽ സ്ത്രീകളെ കാണണം, ക്ലാസ് എടുക്കാൻ എന്നൊക്കെ ഉണ്ടോ? നമുക്ക് അങ്ങനെ നമുക്ക് സ്ത്രീകളെ കണ്ടിട്ടില്ലെങ്കിലും ഈ ക്ലാസ് എടുക്കാനുള്ള മൂടൊക്കെ വരും കേട്ടോ. ഹിക്ക അത് നല്ല ലോജിക്കാണല്ലോ. ഹിക്കയുടെ കൂടെയുള്ള ഏതെങ്കിലും പെൺപിള്ളേരൊക്കെ ഏതെങ്കിലും കോളേജിലൊക്കെ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അധ്യാപകർക്ക് ഭയങ്കര ചീത്തപ്പേര് തന്നെ ആവുമല്ലോ അത്. എന്താണ് മോളെ ഇന്നലെ ക്ലാസ്സിൽ വരാത്തത്? അറ്റൻഡൻസ് തരാൻ പറ്റത്തില്ല കേട്ടോ. ഓ, ഞാൻ ക്ലാസ്സിൽ വന്നാലേ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ടുള്ള മൂഡ് കിട്ടത്തുള്ളൂ. ക്ലാസ്സിൽ വന്നില്ലെങ്കിലും ക്ലാസ് എടുക്കുന്ന ഹിക്കന്മാർ ഞങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾക്കെന്തോ ഞരമ്പിൻ്റെ അസുഖമാണ് സാറേ. നിങ്ങൾ വീട്ടിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് അറ്റൻഡൻസ് ഇട്ടോളൂ, വേണമെങ്കിൽ ഫോൺ സ്പീക്കറിൽ ഇവിടെ ഇട്ട് വെച്ചേക്കാം, ഞാൻ വന്നാലേ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ടുള്ള മൂഡ് കിട്ടത്തുള്ളൂ. ഇങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പറഞ്ഞാൽ മതിയല്ലോ. ഇത് വല്ലാത്ത കൂത്ത് തന്നെ. മറ്റേ ഈ ID വെരിഫിക്കേഷൻ്റെ സമയത്ത് ഞാനൊക്കെ എക്സാം ഡ്യൂട്ടിക്ക് സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു. കുറേ മൂടി പോസിട്ടുള്ള ആളുകൾ വരും. ഇവരെ നമ്മൾ എങ്ങനെയാണ് ID വെരിഫൈ ചെയ്യുന്നത്? ഈ ഐഡൻറ്റിറ്റി കാർഡിലുള്ള ആൾ തന്നെയാണോ ഇരിക്കുന്നതെന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? സത്യം പറയാമല്ലോ, ഞാൻ ആ ഒരു എക്സാം ഡ്യൂട്ടി ഒന്നും പ്രോപ്പറായിട്ട് ചെയ്തില്ല. കാരണം എനിക്ക് പേടിയാണ് ഇതുങ്ങളോട് മുഖം കാണിക്കാനായിട്ടൊക്കെ പറയാനായിട്ട് വല്ലാത്ത പേടിയാണ്. ഈ ഡയലോഗ് അടിക്കുമല്ലേ, നിനക്ക് മുഖം കാണിച്ചാലേ എക്സാം ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള മൂഡ് വരത്തുള്ളൂടാ എന്നൊക്കെയുള്ള ഡയലോഗ് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ ചെയ്യും? ബിഗ് ബോസ് പോലെയുള്ള മോഹൻലാലിന്റെ പേര് പറയാൻ പോലും ഇപ്പൊ എനിക്കൊരു അറപ്പ് തോന്നാറുണ്ട്. കാരണം വളരെ മോശമായതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറി. എന്ത് അവാർഡ് കിട്ടിയും കാര്യം, എന്ത് അവാർഡ് കിട്ടി? ലോകത്തിന്റെ സകല പുരോഗതിക്കും എതിര് നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി വാദിച്ച ആളായത്. ലോകത്തിന്റെ പുരോഗതി എന്നേക്കുമായി നിന്നുപോകണമെന്നും ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടണമെന്നും ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി മുതൽ ഉണ്ടാകരുത് എന്ന് വാദിച്ച രണ്ട് പെൺകുട്ടികൾ, ലോകത്ത് മനുഷ്യകുലം ഇനൊരു 100 കൊല്ലത്തിന് ശേഷം വേണ്ട എന്ന് തീരുമാനിച്ച രണ്ട് പെൺകുട്ടികൾ, മുസ്ലിം സമുദായത്തിലെ രണ്ട് ഷെറുകൾ, നാഷണൽ വേസ്റ്റുകൾ, അതിന് പകരം 18-ാം വട്ട തെങ്ങ് വെച്ച കരിക്ക് കിട്ടും. അങ്ങനത്തെ രണ്ട് ജന്മങ്ങൾ, ആ രണ്ട് ജന്മങ്ങൾക്ക് വേണ്ടി വാദിക്കുക. ഞാൻ ഇങ്ങനെ വിചാരിക്കും, മോഹൻലാലിന്റെ അച്ഛനും മമ്മൂട്ടിന്റെ ബാപ്പയും കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുക. മോഹൻലാലും ഉണ്ടാവില്ല, മമ്മൂട്ടി ഉണ്ടാവില്ല. ഉണ്ടാവോ? ആ കോമൺ സെൻസ് ഇല്ലാത്ത ഒരുത്തനാണ് ബിഗ് ബോസ് കിടന്ന് നിരങ്ങുന്നത്. ഫാൻസ് കയറി തല്ലിവിടുന്ന കേട്ടോ. എന്ത് മഹാത്മാഗാന്ധിയുടെ അച്ഛനും നെഹ്റുവിന്റെ അച്ഛനും കല്യാണം കഴിച്ചാൽ മഹാത്മാഗാന്ധി ഉണ്ടാവില്ല, നെഹ്റു ഉണ്ടാവില്ല. ഇത് കോമൺ സെൻസ് ഉള്ള ഒരു മനസ്സിലാവും. വലിയ ജീനിയസ് ഒന്നും ആകണ്ട. വെടലശ്ശേരി മുജാഹിദുകളുടെ പ്രഭാഷണങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഒഴിമുത്തുകൾ എന്നുള്ളത് നമുക്ക് കേൾക്കുന്ന സമയത്ത് മനസ്സിലാവും. കൂടുതൽ ആളുകളിലേക്ക് എത്തുക, അതുവഴി കൂടുതൽ വൃത്തികേടുകൾ ആളുകൾക്ക് മനസ്സിലാവുക, അത്തരത്തിലുള്ള ചില ലക്ഷ്യപ്രാപ്തികളൊക്കെ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കൊണ്ട് നടക്കാറുണ്ട്. ചെറു വെടലശ്ശേരികളെയും കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയുടെ കണ്ടന്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണം കുസാറ്റ് ജംഗ്ഷനിൽ എന്തൊക്കെയോ മറ കെട്ടിയിട്ടുള്ള പരിപാടിയൊക്കെ നടത്തുകയും അതിൻ്റെ ഫോട്ടോ പ്രചരിക്കുകയും അവസാനം കുസാറ്റിന് നാണക്കേടായിട്ട് കേസ് കൊടുക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ രണ്ട് ആൾക്കാർക്കെതിരെ വിമർശനം ഉന്നയിച്ചതുകൊണ്ട് വേറെ ഏതോ ഒരുത്തനെ ഇറക്കിയിട്ട് എന്തോ മറുപടി കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് മാസമാനായിട്ടുള്ള ശ്രമങ്ങളും കണ്ടിരുന്നു. അവനെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതിന് സമയം ഉണ്ടെങ്കിലും മൈൻഡ് ചെയ്യാം. ഈ ടൈപ്പ് മുജാഹിദുകളുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് അതുമായി ബന്ധപ്പെട്ട് കോമഡി ഉണ്ടാക്കുക, കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ആളുകൾ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു വലിയ പബ്ലിക് സർവീസ് ആയിട്ടാണ് കരുതുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ട് ആളുകൾക്ക് പേടിയാണ് സാധാരണ തോന്നേണ്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളെ ഒരു കൂട്ടം ആളുകൾ കോമഡി ആക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ കാണുന്ന സമയത്ത് ആളുകൾക്ക് പേടി തോന്നുന്നു എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും വലിയ ഒരു പരാതി. ഇപ്പോൾ പേടി തോന്നുന്നില്ല, പല ആളുകൾക്കും കോമഡി തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേടിയില്ലായ്മയിൽ നിന്ന് കൂടുതൽ ആളുകൾ മതത്തിന് പുറത്തേക്ക് വരുന്നതും തീവ്ര മത ചിന്താഗതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ലിബറലായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്നതും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലെ കാഴ്ചകളാണ്. അപ്പോൾ ഇവർ കൂടുതൽ അങ്ങോട്ട് പരിഭ്രാന്തരാകും, കൂടുതൽ വെറുപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് നടക്കും. വെടലശ്ശേരി മുജാഹിദുകളെ പോലുള്ള ആളുകളും അതേപോലെ തന്നെ ചെറുവിടലുകളും ഒക്കെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളിലൂടെയാണ് മതം ഈ ഒരു കാലഘട്ടത്തിൽ വളരുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി അങ്ങനെയല്ല, മതം തളർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ തീവ്ര വിഭാഗത്തിൻ്റെ വൃത്തികേടുകൾ മനസ്സിലാകുന്ന സാധാരണ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലിബറലായിട്ടൊക്കെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അവർ കുറച്ചും കൂടെ മനുഷ്യന്മാരുമായിട്ട് ഇടപെട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇവരെ പരിഭ്രാന്തരാക്കുന്നത്. ബിഗ് ബോസിലേക്ക് മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ പോകുന്നു. അത് തന്നെ ഏറ്റവും വലിയ ഒരു ത്രെട്ടായിട്ട് ഇവർ കാണുന്നുണ്ട്. കാരണം TV ഹറാമാണല്ലോ, സന്തോഷം ഹറാമാണല്ലോ, സ്ത്രീകൾ അങ്ങടേക്ക് പോകുന്നത് ഹറാമാണല്ലോ. അതെല്ലാം ഇവർ ചെയ്യുന്നു. ഇവർക്ക് പരിഭ്രാന്തി വരുമോ ഇല്ലയോ? കാര്യമായിട്ടുള്ള പരിഭ്രാന്തി വരും. എത്ര മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് ബിഗ് ബോസിൽ ഈ തവണയുള്ളത്? അപ്പോൾ അവരെല്ലാം ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. ശരിക്കും പറഞ്ഞാൽ TV അവർക്ക് നിശ്ചിതമായിട്ട് അവരങ്ങടേക്ക് പോയല്ലോ. എന്തുകൊണ്ടാണ്? തീവ്രത എവിടെയോ കുറഞ്ഞതുകൊണ്ടാണ്. ഇത്തിരി സ്വാതന്ത്ര്യം ഇവർക്ക് എവിടെ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാളുകൾ, ഹോമോസെക്ഷൽ ആയിട്ടുള്ള രണ്ടാളുകൾ, അവരെ വീട്ടിൽ കയറ്റുന്നു ബാക്കിയുള്ള ആളുകൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇഷ്ടപ്പെടുമോ? ഇല്ല. മതത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് വിധേനയും അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വഴികൾ ആലോചിക്കേണ്ടിയിരുന്ന സമയത്താണ് ഇവർ മതത്തിന് പുറത്തേക്ക് പോവുകയും ആളുകൾ അവരെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്.
ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. തങ്ങളുടെ മനുഷ്യത്വമില്ലായ്മ ബാക്കിയുള്ള ആളുകൾ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു വലിയ ഫിയറിൽ നിന്നിട്ടാണ് ഈ വെടലശ്ശേരി മുജാഹിദുകളെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ കിടന്ന് തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു മുജാഹിദ് വെടലശ്ശേരിയുടെ ഒരു പ്രഭാഷണത്തിൻ്റെ ബാക്കി കേൾപ്പിക്കാം. ആദില നൂറ ഇവരൊക്കെ ഉണ്ടാക്കുക. ആദില നൂറയെ പെണ്ണ് കല്യാണം, അതിന് കല്യാണം എന്നറിയില്ല, ആഭാസം എന്നാ പറയാ. ആഭാസം, തോന്നിയാസം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗാന്ധിജിക്ക് ഒരു അച്ഛനുണ്ടായിരുന്നു, ഒരു അമ്മയുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ അമ്മ നെഹ്റുവിന്റെ അമ്മയായിട്ടാണ് കല്യാണം കഴിച്ചെങ്കിൽ നെഹ്റു ഉണ്ടാവില്ല, ഗാന്ധിജി ഉണ്ടാവില്ല. ഉണ്ടാവോ? ഗാന്ധിജിന്റെ അമ്മ നെഹ്റുവിന്റെ അമ്മയായിട്ടായിരുന്നു ജീവിച്ച ആദില നൂറ പോലെയാണെങ്കിൽ നെഹ്റു ഉണ്ടാവില്ല, ഗാന്ധിജി ഉണ്ടാവില്ല. മൗലാന അബുൽ കലാം ആസാദിന്റെ ബാപ്പയും മൗലാന മുഹമ്മദ് അലി അവറിന്റെ ബാപ്പയും ഒന്നിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ മൗലാന മുഹമ്മദ് അലി അവർ ഉണ്ടാവില്ല, മൗലാന അബുൽ കലാം ആസാദ് ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇയാളുടെ കോൺഫിഡന്റ് ആയിട്ടുള്ള വർത്താനം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇയാളുടെ ബാപ്പായും ഭയങ്കര ഇണ ചേരുന്നതിന് തൊട്ട് മുന്നേ ഇന്ന് നമുക്ക് പ്രഭാഷകൻ മുജാഹിദ് വെടലശ്ശേരി ഉണ്ടാക്കി കളയാം എന്നങ്ങ് പ്ലാൻ ചെയ്തിട്ട് ഉണ്ടായതാണ് ഇയാൾ എന്നുള്ളത്. അല്ലടോ, മനുഷ്യന്മാരൊക്കെ സ്വാഭാവികമായിട്ടും ഇണ ചേരുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും. അത് ആണോ പെണ്ണോ ഒക്കെ ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആണും പെണ്ണും എന്ന് പറയുന്നത് അവരുടെ സെക്സാണ്. ജെൻഡർ എന്നൊക്കെ പറയുന്നത് പിന്നീട് അവരുടെ മൈൻഡിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. സെക്ഷൽ ഓറിയന്റേഷൻ വേറെ. പലർക്ക് സാമാനം പൊഞ്ഞുകൊണ്ട് വന്ന ഏതെങ്കിലും ഒരു പത്രം, ഞാൻ അങ്ങനെ പറഞ്ഞെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ടീംസിൻ്റെ വീട്ടിലൊന്നും പത്രം അല്ലാതെ വരുത്താനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിഷ്യൂ പേപ്പർ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത്തിരി പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോണ്ടം, അങ്ങനെയുള്ള ഏതൊരു സംവിധാനത്തിനും തടഞ്ഞു വയ്ക്കാനായിട്ട് പറ്റുന്ന, ഇല്ലാതാക്കാൻ പറ്റുന്ന അതുല്യ പ്രതിഭകളൊക്കെ പലപ്പോഴും ലോകത്തുള്ളൂ. അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക. ഇതൊക്കെ ഇങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ വലിയ ഇതിനെക്കുറിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജനിച്ചില്ലെങ്കിലും, ഗാന്ധിജി ജനിച്ചില്ലെങ്കിലും, നെഹ്റു ജനിച്ചില്ലെങ്കിലും അതിന് പകരമായിട്ട് ലോകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ആളുകളൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും ഒരാളുടെ വേർപാട് കൊണ്ട് ലോകം അവിടെ വെച്ച് സ്റ്റോപ്പായി പോയതായിട്ട് നമുക്കറിയാവും. വേർപാടുകൾ ആളുകളെ മാനസികമായിട്ട് തളർത്തും, അല്ലാതെ സംഭവമൊന്നുമില്ല. ഈ ഞാനോ മുജാഹിദ് വെടലശ്ശേരിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രഗത്ഭന്മാരോ ഈ കുറേയധികം ബീജങ്ങളിൽ നിന്ന് ബാക്കിയുള്ള ബീജങ്ങളോട് മാറി നിൽക്ക്, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി ഇങ്ങടേക്ക് വന്നതോ, അല്ലെങ്കിൽ ഈ ഇണ ചേരുന്ന സമയത്ത് നമ്മുടെ പേരൻസ് ആയിട്ടുള്ള ആളുകളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഭൂമിയിലേക്ക് വന്നതോ ഒന്നുമല്ല. ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ചുമ്മാ അങ്ങോട്ട് വീടുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അവൻ്റെ വർഗീയതയും അതേപോലെ തന്നെ ചില മറ്റേ കാമേഷ് ചിന്തകളൊക്കെ. അല്ലാതെ വേറെ സംഗതിയൊന്നുമില്ല. ഈ ഇണ ചേരുക എന്ന് പറയുന്നതാണ് ഇവരുടെ മെയിൻ പരിപാടി. സെക്സ് എങ്ങനെ നടക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചെങ്കിൽ പോലും അവർക്ക് കുട്ടികളുണ്ടാവാത്ത എത്രയോ സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ എത്രയോ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുണ്ട്. അതൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടും ആരോഗ്യവും ജീവിതശൈലിയൊക്കെ അനുസരിച്ചിട്ടുമൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ നിൽക്കും. ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ട് അങ്ങ് ചിന്തിക്കുക. ഏതെങ്കിലും രണ്ടാളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത്, അത് ആണും പെണ്ണും ആണെങ്കിൽ കൂടെ, അവരുടെ വസ്ത്രം കണ്ടാൽ പോലും, അവരുടെ എന്ത് കണ്ടാൽ പോലും ഈ കാമേഷ് ചിന്തകളാണ് തീവ്രമാക്കന്മാരിൽ ഒരു കൂട്ടം ആളുകൾക്ക്. അതിൽ പുതിയുഗ പെടലുകളും ഒട്ടും വ്യത്യസ്തമല്ല. കഴിഞ്ഞ ദിവസം മറ്റേ എന്തിനാണ് മോനെ നീ മറപ്പുര കെട്ടിയത് പ്രസംഗിക്കുന്ന സമയത്ത് എന്ന് ചോദിച്ച സമയത്ത് വ്യഭിചാരം, വേശ്യാവൃത്തി, അവരടുക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളതായിരുന്നു മറ്റേ അബ്ദുള്ളയും പറഞ്ഞത്. ലവൻ ഈ കാലഘട്ടത്തിൽ പുസ്തകമൊക്കെ പഠിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളാണ്. പക്ഷേ ലവൻ്റെ ചിന്തയും അങ്ങനെയുള്ള കാമേഷ് ചിന്തകളാണ്. ഇനി ബാക്കിയുള്ളത് കേട് വന്നാൽ നന്നാക്കണം. പല്ലിന് കമ്പിട്ടാലേ നമുക്കറിയാം അത് പല്ല് പൊന്തിയിട്ട് കമ്പിട്ടാണ്. ചുണ്ടിന് ചായം തേക്കുന്നത് എന്തിന്? എന്താ അതിന്റെ ഭൗതിക ഉപകാരം? എന്താ അതിന്റെ ആത്മീയ ഉപകാരം? എന്താ അതിന്റെ ആരോഗ്യപരമായ ഉപകാരം? ഒരു ബോട്ടിൽ വെള്ളം കുട്ടി സ്കൂളിൽ കൊണ്ട് നമുക്ക് മനസ്സിലാവും, ദാഹിക്കുമ്പോൾ കുടിക്കാനാണ്. ചുണ്ട് ചോപ്പിക്കാനുള്ള സാധനം കൊണ്ടുവരുന്നത് ഓളെ ചുണ്ട് നാലാള് കാണാൻ. എന്തേ സ്കൂളിലേക്ക് പുറപ്പെടുമ്പോൾ മാത്രം എന്താ വീട്ടിൽ ചോപ്പിക്കാത്ത? വീട്ടിൽ കാണിക്കാൻ ആരില്ല, കാണിക്കേണ്ട ഒരു പുറത്താള്. അപ്പൊ ഇവരുടെ മനസ്സൊരു വേശ്യയുടെ മനസ്സാണോ? ഒരു എന്ന മനസ്സാണോ? കടുക്കാവെള്ളം കുടിപ്പിക്കേണ്ട ഹിക്ക തന്നെ ഹിക്കയ്ക്ക് വീണ്ടും ഇത് തന്നെ പ്രശ്നം. ഈ ഒരു പ്രായത്തിലും എന്നെ മുറ്റ സകലതരും മറ്റേ നീലമയാണ് ഹിക്ക നോക്കിക്കാണുന്നത്. ആളുകൾ ചുണ്ടിൽ ചായം തേൽക്കുന്നത് ആകർഷിപ്പിക്കാൻ വേണ്ടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാൻ വേണ്ടിയാണ്. ഹിക്ക താടി നീട്ടി വളർത്തുന്നത് ബാക്കിയുള്ള ആളുകൾ ആകർഷിക്കാൻ വേണ്ടിയായിരിക്കും. പുരുഷവേശിയുടെ മനസ്സാണോ ഹിക്കയ്ക്ക് എന്നൊക്കെ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഹിക്ക സമ്മതിക്കുമോ? ഇല്ല. എന്തൊരു വൃത്തികെട്ടവനാണ്. ചുമ്മാ അങ്ങോട്ട് ആളുകളെ നോക്കിയിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യുകയാണ്. അവരതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്, ഇവരിതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവനൊന്നും പുറത്തിറങ്ങി നടക്കാറില്ല. എനിക്കറിയത്തില്ല ഇവനെയൊക്കെ എങ്ങനെയാണ് മത ആചാര്യനൊക്കെ ആയിട്ട് ആളുകൾ അംഗീകരിക്കാൻ പറ്റും. മറ്റേ ഉണ്ണാക്കൻസ് അസോസിയേഷനിലെ പിള്ളേരും അവരാഗ്രഹിക്കുന്ന സ്ത്രീകളും അവരുടെ ഒരു ജീവിത രീതികളൊക്കെ വെച്ചിട്ട് ഇവനൊക്കെ ആചാരനായിട്ടൊക്കെ ആദരിക്കാൻ പറ്റും. നിങ്ങളുടെ യൂണിവേഴ്സായി പൊതുമധ്യത്തിലേക്ക് ഇങ്ങനെയുള്ളവന്മാരെ കയറഴിച്ച് വിടാതിരിക്കുക. വിടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന യുവതലമുറയിലേക്കും ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഈ ഒരുങ്ങി നടക്കുന്ന
അല്ലെങ്കിൽ മേക്കപ്പ് ഇടുന്ന ലിപ്സ്റ്റിക് ഇടുന്ന ആളുകളൊക്കെ വേശ്യകളാണ് എന്നൊക്കെയുള്ള മെസ്സേജാണ് ഇവറ്റകൾ കൊടുക്കുന്നത്. അങ്ങനെയുള്ള മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള ചിന്തയുള്ള ആളുകൾ ഭീഷണിയാണെന്നേ. പലപ്പോഴും ഇവറ്റകളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ അതിക്രമത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇവരുടെ ആ ഒരു ചിന്തയെ സാധൂകരിക്കാൻ വേണ്ടി ഇവർ എന്തായിരിക്കും പറയുന്നത്, അവരങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു, അവരപ്പോൾ വേശ്യകൾ തന്നെ എന്നൊക്കെ പറഞ്ഞ് സാധൂകരിച്ച് കളയുന്ന ഇവറ്റകൾ. അപ്പോൾ ഇവറ്റകളെ പോലുള്ള ആളുകളെ ചിന്തകളെ സ്വാധീനിക്കുന്ന ഇമാതിരി വെടലകളെ കയറഴിച്ച് വിടാതിരിക്കുക എന്നുള്ളൊരു മര്യാദയെങ്കിലും മതത്തിലെ ഈ ഒരു കാലഘട്ടത്തിലെ ആളുകൾ കാണിക്കേണ്ടതുണ്ട്. മതത്തിൻ്റെ പേരും പറഞ്ഞ് എന്തോരം വൃത്തികേടുകളാണ് ഇവറ്റകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഇത് കേൾക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ വീട്ടിലുള്ള സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ മേക്കപ്പ് ഉപയോഗിക്കാറുണ്ടാവും, ലിപ്സ്റ്റിക് ഉപയോഗിക്കാറുണ്ടാവും. അവരെയൊക്കെ വേശ്യ എന്ന് വിളിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ അംഗീകരിക്കത്തൊന്നുമില്ല. നിങ്ങളുടെ മതത്തിൻ്റെ ഏതോ ഓണാണ്ടറാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അംഗീകരിക്കില്ല. ഏത് മതത്തിലാണെങ്കിലും ഏത് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഏത് ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഗ്രൂപ്പിലുള്ള ഒരാളാണെങ്കിൽ കൂടെ ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്കുള്ള ആക്ഷേപങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രതികരിക്കില്ലേ? പ്രതികരിക്കണം. ഇങ്ങനെയുള്ള അവറ്റകൾക്കെതിരെ പ്രതികരിക്കണം. ഇവന്മാർക്ക് മറ്റേ കാമേശ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. ഇവന്മാരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇണ ചേരുക, ആർത്തി പിടിച്ച് ഇങ്ങനെ നടക്കുക. അതിപ്പോൾ മുകളിൽ ചെന്നാലും ചത്ത് മുകളിലോട്ട് ചെന്നാലും അത്, താഴെയാണെങ്കിലും അത്, ഈ ഒരു ചിന്ത ഇവറ്റകൾക്കുള്ളൂ. ഇനി ഉണ്ണാക്കൻസ് അസോസിയേഷൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിലെ ചില കോമഡികൾ പറയാം. എന്നോടുള്ള വിമർശനങ്ങൾ പോട്ടെ, അല്ലെങ്കിൽ എന്നെ കളിയാക്കുന്നൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട സംഗതിയൊന്നുമല്ല. കാരണം അതൊക്കെ അങ്ങനെയാണ്. ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പം തിരിച്ച് പല രീതിയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്യും. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഇതിനകത്തെ കോമഡികളെ കുറിച്ചിട്ടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. നേരത്തെ ഉള്ള 2 ഉണ്ണാക്കന്മാർ ഇപ്പോൾ എന്തോ മറ്റേ മറകെട്ടിയുള്ള പരിപാടി, മറപ്പൊരു പരിപാടികൾക്ക് പോയതുകൊണ്ടായിരിക്കാം പുതിയൊരുത്തിന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഹിക്ക മറ്റേ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് കാര്യമായിട്ട് എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് പല ആളുകളും എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കമൻറ്റ് ബോക്സിൽ. നിങ്ങളൊരു വലിയ ധൈര്യശാലിയാണ്, ചാൽ ശോഭരാജ് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ധൈര്യം, ഞങ്ങൾ പറയാൻ പേടിച്ച ചില കാര്യങ്ങളാണ് നിങ്ങൾ ധൈര്യപൂർവ്വം പറയുന്നത്, നിങ്ങൾ മാസ് തന്നെ. പക്ഷേ ചില സംസാരങ്ങൾ മൊന വെച്ച് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് പേടിയുണ്ടോ ഇല്ലയോ? എനിക്ക് പേടിയൊക്കെ ഉണ്ട്. മറ്റേ ഇൻസ്പെക്ടർ ഗരുഡിനകത്തെ സലിം കുമാറിനെ പോലെ നീ പ്രതികരിച്ചല്ലടാ, നീ ഞങ്ങളെ കളിയാക്കിയല്ലേടാ എന്നും പറഞ്ഞ് നീ ഇരിക്കുന്ന രാജ്യം മുഴുവൻ ഞങ്ങൾ തകർത്ത് കളയുമടാ, അല്ലെങ്കിൽ നിൻ്റെ കൈ വിട്ടുമടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വരുമോ എന്നുള്ള നല്ല പേടി എനിക്കുണ്ട്. ഈ പേടിയെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പേടിയെന്ന് പറയുന്നത് മോശമാണ്. അങ്ങനെ പേടിക്കാൻ പാടില്ല. പേടിക്കാൻ പാടില്ലടേ. പേടിക്കുന്നവർ കുറ്റക്കാരും പേടിപ്പിക്കുന്നവർ നല്ലവരുമൊക്കെയാണ്. പഹൽഗാമിൽ കുറച്ച് ആളുകൾ പേടിക്കാൻ നിന്ന സമയത്ത് അവരെ ഇല്ലാതാക്കിയത് കണ്ടില്ലേ? എന്തുകൊണ്ടാണ്? പേടിച്ചതുകൊണ്ടാണ് ഇല്ലാതായിപ്പോയത്. പേടിക്കാതെ നിന്നാൽ മതിയായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ പക്ഷം. പഹൽഗാം കരയാണ് എന്നുള്ള പാട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? ഇല്ല. ഗാസ കരയാണ് എന്നുള്ള പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ഗാസയിലെ കാര്യങ്ങൾ പഹൽഗാമിനെ കടത്തിവിടുന്ന രീതിയിലേക്ക് ഗാസയിലെ കാര്യങ്ങൾ ഇവിടെ എത്തിക്കാൻ വേണ്ടി ഹിക്കമാർ നടത്തിയ പ്രവർത്തനങ്ങൾ പ്രശംസനീയം തന്നെയാണ്. വേറെ ഒന്നും കാണില്ല. ചുറ്റുവട്ടത്തുള്ള മനുഷ്യന്മാരെ കാണില്ല. അവരൊക്കെ വേശ്യ മനസ്സുള്ള ആളുകളും അവരൊക്കെ ചായം തേച്ച ആളുകളെ കാണിക്കാൻ നടക്കുന്ന ആളുകളും. അതുകൊണ്ട് ഇവരൊന്നും കാണില്ല. ഒരു കാലത്ത് നമ്മുടെ അതിർത്തികളും അത്ര സമാധാനപൂർണ്ണമൊന്നും ആയിരുന്നില്ല. നമ്മളുടെ അതിർത്തികളിലേക്ക് നമ്മളിലേക്കുമൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ആശയത്തിനെതിരായിട്ട് തന്നെയാണ്, ആ ഒരു തീവ്ര ആശയത്തിനെതിരായിട്ടൊക്കെ തന്നെയാണ് പലപ്പോഴും നമ്മളിൽ പല ആളുകളും വാക്കുകൾ പറയുന്നത്. അപ്പോൾ അതിനെതിരെയൊക്കെ പറയുന്ന സമയത്ത് അവിടെയൊക്കെ ചുമ്മാ എന്തെങ്കിലും എരുവാതെ കാടിറക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ റൂട്ട് കോസുകൾ എന്ന് പറയുന്നത് എന്താണ്? അന്യരെ വെറുക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ്. ഞങ്ങളല്ലാത്ത ആളുകൾ, ഞങ്ങളുടെ ദൈവത്തെ വിശ്വസിക്കാത്ത ആളുകൾ, അവരെല്ലാം മോശക്കാരാണ്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ നടക്കാത്ത ആളുകളെല്ലാം കാണിക്കാൻ വേണ്ടി വേശ്യ മനസ്സുമായിട്ട് നടക്കുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഈ തീവ്രവാദത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ വരുന്നത്. ഇനി ഉണ്ണാക്കൻസ് അസോസിയേഷനിലെ ഒരു ഉണ്ണാക്കൻ എനിക്കെതിരെ പറഞ്ഞ ഒരു വീഡിയോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരനെ ഒരു വലിയ മാനവികവാദിയാണ്, ഒരു പുരോഗമനവാദിയാണ്. അതേപോലെ തന്നെ പുള്ളിക്കാരൻ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ലോ ലെവലാണ്. മാനവികവാദി മോശം വാക്കല്ല, കളിയാക്കിയതല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഗാസ കരയാണ് എന്നുള്ള പാട്ട് പാടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാതെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കൂ, തീവ്രവാദം അവസാനിപ്പിക്കൂ എന്നൊക്കെ പറയുന്ന നല്ല മനുഷ്യന്മാരെയാണ് മാനവികവാദി എന്ന് വിളിക്കുന്നത്. മനുഷ്യത്വമുള്ള ഒരാൾ. അങ്ങനെ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പുരോഗമനവാദി മോശം വാക്കാണോ? പുരോഗമനവാദി മോശം വാക്കല്ല, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യയിൽ സ്ത്രീകൾ വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു അവസരത്തിലേക്കൊക്കെ എത്തുന്നത്, അവർക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങുന്നത്. അതേപോലെ തന്നെ പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇസ്ലാം മതവിശ്വാസികളിൽ ഒരു കൂട്ടം ആളുകളുള്ള അവർ തന്നെ ഭരണത്തിലുള്ള ദുബായിൽ എല്ലാവിധ സൗകര്യങ്ങളും അവിടെയുള്ള ഭരണം ജനങ്ങൾക്ക് കൊടുക്കുന്നത്. എല്ലാം പുരോഗമനം തന്നെയാണ്. ആ ഒരു പുരോഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആളുകൾ അങ്ങടേക്ക് വരുന്നത്. താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇല്ലാത്തത് ഈ ഒരു പുരോഗമനമാണ്. കാരണം അവിടെയൊന്നും നമുക്കറിയില്ല സ്ത്രീകളൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്കറിയില്ല. ഇപ്പോൾ വിവാഹപ്രായമൊക്കെ അവിടെ കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണോ? അല്ല. അവിടെ ഒരു മുതിർന്ന ഹിക്കയ്ക്ക് തോന്നി ഒരു പെൺകുച്ചയിൽ നടന്നു പോകുന്നു, കൊണ്ടുപോയേക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കൊണ്ടുപോകും. അപ്പം അതൊന്നും പുരോഗമനത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല.
ഇതൊക്കെ പ്രാചീന പ്രാകൃതത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. എന്നെയൊക്കെ പുരോഗമനവാദി എന്നൊക്കെ വിളിച്ച കുച്ചേർക്കാൻ നിൻ്റെ ആ ഒരു ബഹുമാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി കേൾക്കാം. ഭയങ്കര പുച്ഛെല്ലാം മുഖത്ത് വാരി വിതറിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാര്യം ചോദിക്കും. ഈ ചോദിക്കാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ LGBT വിഷയങ്ങൾക്ക് അഗേൻസ്റ്റ് ആയിട്ട്, ഈ ഹോമോസെക്ഷുവാലിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ടൊക്കെ ആണും തമ്മിലുള്ള ലൈംഗികത്തിന് അഗേൻസ്റ്റ് ആയിട്ടൊക്കെയുള്ള വീഡിയോസ് ചെയ്യുമ്പോഴാണ് സാധാരണ പുള്ളിക്കാരൻ ഇങ്ങനെ ഇളകാറുള്ളത്. ഇവൻ എന്നെ പൊക്കി പറയുന്നതാണല്ലോ, ഇതെങ്ങനെയാണ് വിമർശനമാവുന്നത്? LGBTQ, ഹോമോസെക്ഷുവാലിറ്റി, അങ്ങനെ മനുഷ്യന്മാർക്കെതിരെയൊക്കെ ഇവർ പറയുന്ന സമയത്ത് ഞാൻ അവരെ കയറി ചൊറിയും. മാനവികത എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞല്ലോ, മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇതിപ്പം വീഡിയോ എടുത്ത് ഇപ്പം എനിക്ക് ഇത് വലിയ മണ്ടത്തരമായി പോയല്ലോ, ഞാൻ രൂക്ഷമായിട്ട് പ്രതികരിക്കാം, കളിയാക്കാം എന്നൊക്കെ വിചാരിച്ചാണ്. അത് നടക്കത്തില്ലല്ലോ ഇത്. അതേപോലെ തന്നെ ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചാനലുകളുണ്ടല്ലോ. മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിക്കാത്ത ആൾക്കാരാണ്, മുസ്ലിങ്ങൾ ഏതൊരു പ്രാകൃത മനുഷ്യന്മാരാണ്, ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് നേരെ കൂട്ടാൻ പറ്റില്ല, എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തേണ്ട താഴ്ന്ന ഒരു ഒന്നും കൊള്ളാത്ത കുറച്ച് ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് മുസ്ലിങ്ങൾ. ഒട്ടും പുരോഗമിച്ചിട്ടൊന്നുമില്ല. നമ്മളൊക്കെ വൺ ലെവൽ, ലോ ലെവൽ എന്ന് നിക്കട ഉച്ചർക്ക, നീ എതിലാണ് കയറി പോണത്? ഇപ്പം എന്നെക്കുറിച്ചിട്ടല്ല എന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയുള്ള ചില ചാനലുകൾ കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഈ മുസ്ലിങ്ങൾ എന്ന് മൊത്തത്തിലുള്ള അട്ടിപ്പറവകാശം അങ്ങ് ഡേറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളിവിടെ ഇപ്പോൾ എസ്പെഷ്യലി ഞാൻ ഒരു മതവിശ്വാസികളെയും അങ്ങനെ മോശമായിട്ട് പറയാറില്ല. മതം വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുക എന്നൊക്കെയുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ ഫ്രീഡത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഗതിയാണ്, നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്ന സമയത്ത് മാത്രം നമ്മൾ ചോദ്യം ചെയ്യാറുള്ളൂ. നിങ്ങളൊക്കെ ദൈവത്തെ വിശ്വസിക്കുന്നേ, എനിക്കതിനകത്ത് ഒരു പ്രശ്നമുള്ള സംഗതിയല്ല. അത് നല്ലൊരു കാര്യമല്ലേ? കാരണം നമ്മളിങ്ങനെ എവിടുന്ന് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും, നമ്മളെ ഒരാളിങ്ങനെ നയിക്കും, നമുക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാവും, നമുക്ക് കഷ്ടതകൾ ഉണ്ടാവില്ല, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, അസുഖം വന്നു കഴിഞ്ഞാൽ അയാൾ മാറ്റി തരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു രസമുള്ള ഒരു ഫീലിംഗ് അല്ലേ? ലോജിക്കൽ തിങ്കിങ് കൂടുതലായിട്ടുള്ളത് കൊണ്ടോ ഞങ്ങളുടെ ബ്രെയിൻ അതനുസരിച്ചിട്ട് സെറ്റ് ആവാത്തതുകൊണ്ടോ നമുക്കൊന്നും ആ ഒരു അസുലഭ മൂഡിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. ദൈവം വരും എല്ലാം ശരിയാക്കും എന്നൊന്നുള്ള മൂഡിലേക്ക് എത്താൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ട്, നിങ്ങൾ അതുകൊണ്ട് സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല പരിപാടിയാണ്. എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇവനെ പോലുള്ള ആളുകളെയൊക്കെയാണ് വിമർശിക്കുന്നത്. ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഈ ഉണ്ണാക്കൻസ് അസോസിയേഷനിലെ തീവ്ര മതചിന്താഗതിയുള്ള ആളുകൾക്കെതിരെയാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അവരെ നമ്മൾ വിശ്വാസികളായിട്ടോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടോ ഒരു റിലീജിയനായിട്ടോ ഒന്നും കൂട്ടിയിട്ടില്ല. തീവ്ര ചിന്താഗതി എന്ന് പറയുന്ന എല്ലാത്തിനകത്തുണ്ട്, അതെല്ലാം മനുഷ്യന്മാരിലുള്ളതാണ്. നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികളിൽ തീവ്ര വിഭാഗത്തിലുള്ള ആളുകളുണ്ടല്ലോ, അവർക്കിപ്പോൾ ഏത് ദൈവമാണെങ്കിലും ഏത് ഐഡിയോളജി ആണെങ്കിലും പ്രശ്നമില്ല. അവർക്ക് ബാക്കിയുള്ള ആളുകളെ, അവരല്ലാത്ത ബാക്കിയുള്ള ആളുകളെ കണ്ണിന് കണ്ടുകൂടാ. അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെയല്ല കുച്ചേർക്കാൻ നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. നീ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി വരുന്നു, അതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങോട്ട് ഒരു കൊളുത്ത് ചിന്തിച്ച് നടക്കുന്ന അങ്ങനെയുള്ള ഒരു മുസ്ലിം വിരുദ്ധതയെ കണ്ടിന്യൂസ് ആയിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ചാനലുകളുണ്ടല്ലോ, ഓൺലൈൻ ചാനലുകളും അതേപോലെ തന്നെ മറ്റു ചില ചാനലുകളൊക്കെ. അതേപോലെ തന്നെ ഈ സംഘപരിവാറിന്റെ ഫണ്ടൊക്കെ ഓഫറുകളൊക്കെ സ്വീകരിച്ചിട്ട് 24/7 അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതായത് വിയർപ്പിന്റെ അസുഖമുള്ള ആൾക്കാർ, പണിയെടുക്കാൻ വയ്യ, പണിയെടുത്തില്ല വിയർക്കും, എനിക്ക് വിയർപ്പിന്റെ അസുഖം എന്ന് പറഞ്ഞിട്ട് ഈ AC റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വംശീയത മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഇത്തരം ആളുകളുടെ വീഡിയോസ് ഒക്കെ നിരന്തരമായി കണ്ടിട്ട്, ഇങ്ങനെയുള്ള ആളുകളുണ്ടോ നിരന്തരമായി കണ്ടിട്ട് തലക്കകത്ത് ഇങ്ങനെ വിഷം നിറയും, കുറച്ചിങ്ങനെ കുത്തി നിറയും. അപ്പൊ ഇങ്ങനെ ആകപ്പാടം ഇങ്ങോട്ട് സഹിക്കാതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ ടീമിന്റെ ഏതെങ്കിലും വീഡിയോ കാണും, ഇവരുടെ കൺസേൺ ഉള്ള പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്, നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാണുമ്പോൾ പുള്ളിക്കാരൻ നേരെ ഇങ്ങോട്ട് വരും, ഓടി വന്നിട്ട് ആ വിഷം മൊത്തം അവിടെ ചർത്തിക്കും. ആ ആളുകളുടെ ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ടാവും, സ്ഥിരമായി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഇൻഫർമേഷൻസ് എടുത്ത് അതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് നേരെ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരും. അപ്പൊ നമ്മൾ വീണ്ടും ഒന്ന് കൊടുക്കും, അങ്ങനെ അത് വാങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോകും. 2-3 കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ഇതിനകത്ത് ആദ്യം കാണിച്ചത് ആരെയാണ്? ലിയാഖത്ത് ആരിഫ്, സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങിയിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾ. അങ്ങനെ ഒരു സംവിധാനം ഇതിനകത്ത് ഉണ്ടായിരുന്നോ? ഇവന്മാരെ കളിയാക്കി കഴിഞ്ഞാൽ സംഘപരിവാർ ഫണ്ടൊക്കെ തരുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കും കുറച്ച് ഫണ്ടൊക്കെ താടി, ഇവന്മാരെ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് കളിയാക്കിക്കോളാം. കാരണം അതിനുള്ള കണ്ടന്റ് ഉണ്ട്, ആൾക്കാർക്ക് രസമുള്ള ഒരു പരിപാടിയാണ്. പിന്നെ കൊടുക്കും വാങ്ങും എന്നൊക്കെ പറഞ്ഞല്ലോ, എന്തോ നമുക്കിട്ട് മറുപടി തരുമെന്നോ കൊടുക്കുമെന്നോ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണല്ലോ പറയണത്. അത് വീഡിയോസിൻ്റെ വ്യൂസ് കാണുന്ന സമയത്ത് അറിയാമല്ലോ ആരാണ് കൊടുക്കുന്നത് ആരാണ് വാങ്ങുന്നതെന്നൊക്കെ. നിങ്ങൾ ഈ മറുപടി കൊടുക്കുന്ന ആർക്കാണ്? എനിക്കാണോ? എനിക്കൊരു മറുപടിയും നിങ്ങൾ തരുന്നൊന്നുമില്ല. നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹിക്കമാർക്ക് വേദന തോന്നുന്ന സമയത്ത് അവരോട് നിങ്ങൾ വന്ന് നിങ്ങളുടെ ചില മറ്റേ ഈ തവള നാഷണൽ പെർമിറ്റ് ലോറിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് പോലുള്ള കോൺഫിഡൻസ് വന്നിട്ട് പറയും ഞങ്ങൾക്കൊന്നും ഏറ്റിട്ടില്ല കേട്ടോ, ഞങ്ങളുടെ വേറെ കുറേ പഠനമുണ്ട്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ വിചാരിക്കില്ലേ നിങ്ങൾക്ക് കണക്കിന് കിട്ടിയെന്നുള്ളത്. നിങ്ങൾക്ക് ചുറ്റുപാടിൽ നിന്നും കിട്ടുന്നുണ്ട്, അതിനകത്ത് ഇടയ്ക്കൊക്കെ നിങ്ങൾ തിരിച്ച് മറുപടിയായിട്ട് വരുന്നുണ്ട്, കരയുന്നുണ്ട് എന്നുള്ളതല്ലാതെ നിങ്ങൾ എത്ര കാലം നിൽക്കും? മറ്റേ ഹിക്ക ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടി കഴിഞ്ഞാൽ എവിടെയാണ് എന്നുള്ളത് ബാക്കി ആളുകൾക്കറിയാം. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു, എങ്ങനെയാണ് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഇത്രമാത്രം കോൺഫിഡൻസ് ഒക്കെ മുന്നോട്ടേക്ക് കാണിക്കുക. ഇപ്പം ഞാനെന്തെങ്കിലും ഒരു കാര്യം പറയുന്നതോ
അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മറുപടി തരുന്നതൊന്നും അല്ല ഈ ഒരു കാലഘട്ടത്തിലെ നിങ്ങൾക്കെതിരായിട്ടുള്ള വികാരം. അത് വേറെയാണ്. അത് മറ്റേ വടലശ്ശേരി മുജാഹിദുകളുടെ പ്രഭാഷണം പോലെയുള്ള ചില കോമഡി സമീപനങ്ങളൊക്കെയാണ്. മതം ധാർമ്മികത എന്ന വിഷയത്തിലായിരുന്നു താത്വിക ആചാര്യന്മാർ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയത്. യൂണിവേഴ്സിറ്റിക്ക് വലിയ നാണക്കേടായി. നാണക്കേടായതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ പ്രചരിച്ച ഫോട്ടോയിൽ സ്ത്രീകളും പുരുഷന്മാരും എന്തോ സാരി കൊണ്ട് ഞാൻ വേലി കെട്ടി അതിന്റെ അപ്പുറത്ത് ഇരിക്കുകയാണ്. അപ്പുറത്ത് ഇരുത്തിയാൽ മാത്രമേ താത്വിക ആചാര്യന്മാർക്ക് ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു മൂഡ് കിട്ടത്തുള്ളൂ. ഇനിയിപ്പം എന്താണ് വലിയ പ്രശ്നമാണ് കേട്ടോ. അതായത് സ്ത്രീകളും പുരുഷന്മാരും മുസ്ലിങ്ങളെ ക്ലാസ് എടുക്കുമ്പോൾ അബ്ദുള്ള ബാസിൽ ക്ലാസ് എടുക്കുകയാണ്. ആ ക്ലാസ്സിൽ ഒരു പ്രോഗ്രാമിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്ത്രീകളും പുരുഷന്മാർക്കിടയിൽ ഒരു മറ കെട്ടി, സാരി പോലെ എന്തോ ഒന്ന് കെട്ടി, അത് മനസ്സിലാക്കാനുള്ള കണ്ട മനസ്സിലാക്കാൻ ഒന്നുമില്ല. അപ്പൊ എന്തോ ഒരു മറ കെട്ടി എന്നുള്ളതാണ്. അത് ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അയ്യോ, അത് പുതിയൊരു അറിവായിരുന്നു കേട്ടാ. ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് മറ കെട്ടണ. ഞങ്ങളുടെയൊക്കെ കോളേജുകളിലൊക്കെ മുസ്ലിങ്ങളായിട്ടുള്ള സാറുമാരൊക്കെ ഉണ്ടായിരുന്നു, അവർ മറയൊന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ അവർക്ക് സ്വർഗത്തിൽ സീറ്റില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അവരെ അങ്ങ് ആക്രമിച്ച് കളയോ? എല്ലാ മുസ്ലിങ്ങളും അട്ടിപ്പറ ഭാഷ എടുക്കരുതെന്ന് നിന്നോട് ഞാൻ പലതവണ ഇപ്പോൾ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കുന്നു. എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയൊന്നും അല്ലടാ. മുസ്ലിം മതവിശ്വാസികൾ അങ്ങനെയല്ല. അപ്പോൾ അതിനിടയിൽ നൈസായിട്ട് ഇനിയിപ്പം ഇത് കേൾക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടാവും. അവർ ഇങ്ങനെ വിചാരിക്കും, അയ്യോ എൻ്റെ കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ അങ്ങനെ മറ കെട്ടിയിട്ടില്ല, അന്നെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം മുടക്കിയേക്കാം. അത് നൈസായിട്ട് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണോ? അതായത് മുസ്ലിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കാനുള്ള മൂഡ് വരണമെങ്കിൽ സ്ത്രീകൾ അപ്പുറത്തും ഇരിക്കണം അതാണ് ഇപ്പോൾ പറയുന്നത്. എനിക്ക് തിരിച്ചു പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ സ്ത്രീകളെ അടുത്തിരുത്തിയാൽ മാത്രമേ, ഇതിനൊക്കെ അടുത്ത് സ്ത്രീകൾ എടുത്താൽ മാത്രമേ നിങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കാനുള്ള മൂഡ് വരുള്ളൂ എന്നുണ്ടെങ്കിലും അതൊരു അസുഖമാണ്. നമ്മുടെ നാട്ടിൽ അത് ഞരമ്പിന്റെ അസുഖം എന്ന് പറയും. അതിനെ ഡോക്ടറെ കാണിച്ചാൽ മതി, അതായത് നല്ലൊരു വൈദ്യരെ കാണിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഡിവോഴ്സിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് ഒരു ഹിക്ക ഇടയ്ക്ക് മറന്നു പോകുന്നു കേരളത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ഹിക്ക ഇടയ്ക്ക് അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ പോകുന്നുണ്ട്. എൻ്റെ പൊന്നു ഹിക്ക, ഇവിടെയൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ കേൾക്കുന്ന ആളുകൾ അടുത്തിരിക്കണമെന്നുള്ള ആഗ്രഹം അധ്യാപകർക്കുണ്ട്. അയ്യോ, അത് ഞരമ്പിൻ്റെ അസുഖമാണെന്നൊന്നും പറഞ്ഞ് വെക്കരുതേ. നീയും കോളേജിലൊക്കെ പോയിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. അവിടെയുള്ള സാറുമാരൊക്കെ ഇപ്പുറത്തെ ക്ലാസ്സിൽ നിന്നിട്ട് അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികൾക്കാണോ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്? അപ്പോൾ അവർ അടുത്തിരിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമില്ലേ? എന്നാലേ കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഞരമ്പിൻ്റെ അസുഖമാണെന്നാണോ പറഞ്ഞു വരുന്നത് ഹിക്ക? എൻ്റെ പൊന്നടാ, നിൻ്റെയൊക്കെ കാമേഷ് ചിന്തകൾ, ലൈംഗിക ദാരിദ്ര്യം അല്ലെങ്കിൽ ആർത്തി, ലൈംഗിക ആസക്തി, അതൊക്കെ കൊണ്ടിട്ട് അടുത്ത് വരും തോറും, നിങ്ങളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ടുള്ള ഓപ്പോസിറ്റ് ജെൻഡർ അടുത്ത് വരും തോറും കാമവികാരങ്ങൾ തോന്നുന്നത് നിങ്ങളുടെ പ്രശ്നമാണ്. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരു പ്രഭാഷണം നടത്തുന്ന സമയത്ത് മുന്നിലിരിക്കുന്ന ആളുകൾ കേൾവിക്കാരാണ്. ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ മറുപടികൾ കൊടുക്കും. ആശയ സംവേദനമാണ് അവിടെ നടക്കുന്നത്. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മുന്നിൽ പ്രഭാഷണം നടത്തുന്ന സമയത്താണെങ്കിലും സ്ത്രീകൾ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റേ ഫീലാണെന്നുണ്ടെങ്കിൽ അതാണ് ഈ അസുഖം. ഞരമ്പിൻ്റെ ആണോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. നല്ല അടിയുടെ കുറവാണ്. ഇടയ്ക്ക് മറ്റേ സവാദിനെ പിടിച്ചുകൊണ്ട് പോയതുപോലെയുള്ള പിടുത്തമൊക്കെ വീഴാതെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള വൈകൃത ചിന്ത കൊണ്ടാണ് പ്രഭാഷണം നടത്തുന്ന സമയത്തും സ്ത്രീകൾ അടുത്ത് വരരുതേ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമേ എന്നുള്ള ചിന്തയൊക്കെ ഉള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഈ സ്ത്രീകളെ അടുത്തിരുത്തിയാൽ മാത്രമേ, ഇതിനൊക്കെ അടുത്ത് സ്ത്രീകൾ എടുത്താൽ മാത്രമേ നിങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കാനുള്ള മൂഡ് വരുള്ളൂ എന്നുണ്ടെങ്കിലും അതൊരു അസുഖമാണ്. നമ്മുടെ നാട്ടിൽ അത് ഞരമ്പിന്റെ അസുഖം എന്ന് പറയും. അതിനെ ഡോക്ടറെ കാണിച്ചാൽ മതി, അതായത് നല്ലൊരു വൈദ്യരെ കാണിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഡിവോഴ്സിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വൈദ്യരുണ്ടാവും. ആളെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാറും. ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണ്? ബാസിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ബാസിൽ സ്ത്രീകളെ കാണാത്ത രീതിയിൽ ഒരു മറ വെക്കുകയാണ്. അതായത് ബാസിൽ ആളുകൾ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം പുരുഷന്മാർ ക്ലാസ് എടുക്കുമ്പോൾ അവർ എന്ത് ചെയ്യുന്നില്ല, സ്ത്രീകളെ കാണുന്നില്ല, അവർ മറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് സ്ത്രീകളെ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഹിജാബാണ് മറയുന്നത്. പുരുഷന്മാർക്കുള്ള ഹിജാബാണത്. പുരുഷന്മാർ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ സ്ത്രീകളെ കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളിങ്ങനെ പുരോഗമിച്ച ലോകല്ലേ. ഈ സ്ത്രീകളെ കണ്ടാൽ മാത്രമേ ക്ലാസ് എടുക്കാനുള്ള ഒരു മൂഡ് വരുമെന്ന് അങ്ങനെ ഉണ്ടോ? ഹിക്കന്മാർ ആവശ്യങ്ങൾക്കല്ലാതെ സ്ത്രീകളെ കാണാറില്ല. എന്താണാവോ ആവശ്യം? നമ്മൾ ആ ഒരു ആവശ്യമായിട്ടല്ലല്ലോ ക്ലാസ്സിൽ സമീപിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് കാണേണ്ടതുണ്ട്. കാണാതെ ചുമ്മാ അന്തരീക്ഷത്തിൽ നോക്കി ക്ലാസ് എടുക്കുക എന്ന് പറയുന്ന ഒരാവശ്യം നമുക്കില്ല. നിങ്ങൾ എല്ലാ മുസ്ലിങ്ങളെയും പിടിച്ചിട്ടരുതേ. എത്രയോ മുസ്ലിങ്ങളായിട്ടുള്ള അധ്യാപകരൊക്കെ നമുക്കുണ്ടായിരുന്നു. അവരൊന്നും ക്ലാസ്സിലുള്ള പെൺകുട്ടികളെ മാറുകെട്ടി മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. നിങ്ങൾക്കാണ്, നിങ്ങൾ ആവശ്യമില്ലാതെ സ്ത്രീകളെ കാണേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ ക്ലാസ് കേട്ടിരിക്കുന്ന പുരുഷന്മാർ ക്ലാസ് കേട്ടിരിക്കുന്നു, പ്രഭാഷണം കേൾക്കുന്നു എന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ സ്ത്രീകളെയും അങ്ങനെ കണ്ടാൽ എന്താണ് പ്രശ്നം? ആവശ്യമില്ലാതെ സ്ത്രീകളെ കാണാറില്ല. ഇത്രമാത്രം ആവശ്യമുള്ളവന്മാരാണോ ഇവന്മാർ? വെറുതെ അല്ല ജനസംഖ്യ ഇങ്ങനെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത്. ആവശ്യങ്ങളൊക്കെ കുറേ കേട്ടോ. സ്ത്രീകൾ കാണണമെന്നൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ പുരോഗമിക്കണമെന്നുണ്ടെങ്കിലും സ്ത്രീകൾ കാണണം, ക്ലാസ് എടുക്കാനൊക്കെ ഉണ്ടോ? നമുക്ക് അങ്ങനെ വരില്ല. നമുക്ക് സ്ത്രീകളെ കണ്ടിട്ടില്ലെങ്കിലും ഈ ക്ലാസ് എടുക്കാനുള്ള മൂടൊക്കെ വരും കേട്ടോ. നമുക്കത് പ്രശ്നമില്ല. നമ്മൾ സ്ത്രീകളെ കാണണമെന്നില്ല. സ്ത്രീകൾക്കിടയിൽ മറ കിട്ടിയാൽ നമുക്ക് സ്ത്രീകളെ കാണാൻ യാതൊരു നിർബന്ധമില്ല. ക്ലാസ് എടുത്താൽ മതി, പറയുന്ന വിഷയം പ്രോപ്പറായിട്ട് സംസാരിച്ചാൽ മതി. അല്ലാതെ ഈ സ്ത്രീകളെ നിർബന്ധമായിട്ടും ക്ലാസ് എടുക്കുന്ന സമയത്ത് പുരുഷനെ ക്ലാസ് എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും സ്ത്രീകളെ കാണണം എന്നുള്ളൊരു നിർബന്ധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാതെ ക്ലാസ് എടുക്കാനൊന്നും പറ്റില്ല എന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഞരമ്പിന്റെ അസുഖമല്ലേ, അതൊന്നും മൂത്തിയതിന്റെ പ്രശ്നമാണ്, കുറച്ച് കൂടിയതിന്റെ പ്രശ്നമാണ്. ഹിക്ക അത് നല്ല ലോജിക്കാണല്ലോ. ഹിക്കയുടെ കൂടെയുള്ള ഏതെങ്കിലും പെൺപിള്ളേരൊക്കെ ഏതെങ്കിലും കോളേജിലൊക്കെ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അധ്യാപകർക്ക് ഭയങ്കര ചീത്തപ്പേര് തന്നെ ആവുമല്ലോ അത്. എന്താണ് മോളെ ഇന്നലെ ക്ലാസ്സിൽ വരാത്തത്? അറ്റൻഡൻസ് തരാൻ പറ്റത്തില്ല കേട്ടോ.
ഞാൻ ക്ലാസ്സിൽ വന്നാലേ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ടുള്ള മൂഡ് കിട്ടത്തുള്ളൂ, ക്ലാസ്സിൽ വന്നില്ലെങ്കിലും ക്ലാസ് എടുക്കുന്ന ഹിക്കന്മാർ ഞങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തോ ഞരമ്പിൻ്റെ അസുഖമാണ് സാറേ, നിങ്ങൾ വീട്ടിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് അറ്റൻഡൻസ് ഇട്ടോളൂ, വേണമെങ്കിൽ ഫോൺ സ്പീക്കറിൽ ഇവിടെ ഇട്ട് വെച്ചേക്കാം, ഞാൻ വന്നാലേ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ടുള്ള മൂഡ് കിട്ടത്തുള്ളൂ. ഇങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പറഞ്ഞാൽ മതിയല്ലോ. ഇത് വല്ലാത്ത കൂത്ത് തന്നെ. മറ്റേ ഈ ID വെരിഫിക്കേഷൻ്റെ സമയത്ത് ഞാനൊക്കെ എക്സാം ഡ്യൂട്ടിക്ക് സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു. കുറേ മൂടി പോസിട്ടുള്ള ആളുകൾ വരും. ഇവരെ നമ്മൾ എങ്ങനെയാണ് ID വെരിഫൈ ചെയ്യുന്നത്? ഈ ഐഡൻറ്റിറ്റി കാർഡിലുള്ള ആൾ തന്നെയാണോ ഇരിക്കുന്നതെന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? സത്യം പറയാമല്ലോ, ഞാൻ ആ ഒരു എക്സാം ഡ്യൂട്ടി ഒന്നും പ്രോപ്പറായിട്ട് ചെയ്തില്ല. കാരണം എനിക്ക് പേടിയാണ്, ഇതുങ്ങളോട് മുഖം കാണിക്കാനായിട്ടൊക്കെ പറയാനായിട്ട് വല്ലാത്ത പേടിയാണ്. ഈ ഡയലോഗ് അടിക്കുമല്ലേ, നിനക്ക് മുഖം കാണിച്ചാലേ എക്സാം ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള മൂഡ് വരത്തുള്ളൂടാ എന്നൊക്കെയുള്ള ഡയലോഗ് ചോദിച്ചു കഴിഞ്ഞാൽ എന്നായി? ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഷോപ്പിംഗ് മാളിൽ ഇതുപോലെ ഫുള്ള് മൂടി കെട്ടി ഒരുത്തൻ കയറി വരികയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു, നീ ആരാണ്? നിൻ്റെ കയ്യിൽ എന്തോ സാധനം ഉണ്ടല്ലോ, ബീപ്പ് ബീപ്പ് എന്നൊക്കെ അടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ പറയുകയാണ്, നിനക്ക് എന്നെ കണ്ടാലേ ജോലി ചെയ്യാനായിട്ടുള്ള മൂഡ് വരത്തുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അതുകൊണ്ട് ഇമാതിരി ലോജിക്കൊന്നും എടുത്തിട്ട് മതത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിട്ട് ഉണ്ടാക്കാതിരിക്കുക ചേർക്കാം. ഇനി ബാക്കി കേൾക്കാം. പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പത്രത്തെ ന്യൂസ് കൊടുക്കും, എന്താ അറിയോ, ആണ് പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്തായാലും അപ്പൊ അങ്ങനെയുള്ള ഒരു ലോ ലെവൽ ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മളിങ്ങനെ എത്താൻ വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ പ്രാചീന ശിലായുഗ മനുഷ്യന്മാർ ഇങ്ങനെ കല്ലൊക്കെ വരച്ച് തീ ഉണ്ടാക്കി ജീവിക്കുന്ന പാവങ്ങൾ നമ്മളിങ്ങനെ സൈഡിലൂടെ പോയിക്കോളാം. നിങ്ങളുടെ ലോ ലെവലിലേക്ക് ഞങ്ങൾക്ക് എത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളാം. ഒരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റി സാധനമാണ്. ഏത് വാട്സാപ്പ് കിട്ടിയതെന്നാവും, ഏതോ ഒരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഏതൊരു ടീച്ചർ ഹോൾഡ് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഹറാമായിരുന്നു അത്രേ, മെഡിക്കൽ വിദ്യാഭ്യാസമൊക്കെ. എന്താ പറയുക, ഒരു വിവരമല്ല, ഒരു ബോധമല്ല. പറയുന്നത് മൊത്തം വംശീയതയും വർഗീയതയും. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കും. മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഹറാമായിരുന്നു, പിന്നീട് ഹലാലായി മാറി. എന്താണ് നിങ്ങൾക്ക് പറയാം? അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഒരു കാര്യം ഹറാമായിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ, അത് കൃത്യമായിട്ട് ഹറാമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഹലാൽ എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറ്റപ്പെടില്ല. കഞ്ചാവ് നമ്മൾ എത്ര കാലം കഴിഞ്ഞ് നമ്മൾ കഞ്ചാവ് ഹറാം തന്നെയാണ്. മദ്യം നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഹറാം തന്നെയാണ്. അതേപോലെ തന്നെ വ്യഭിചാരം എന്ന് പറയുന്നത് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഹറാമാണ്. ഇവിടെ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ വലിയ ആകുലത പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ, വലിയ പ്രയാസങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ മുസ്ലിം സ്ത്രീകൾ ഇപ്പോഴാണ് മെഡിക്കൽ വിദ്യാഭ്യാസം നേടാൻ തുടങ്ങിയത് എന്ന് പറയുന്നുണ്ടല്ലോ. ഇതേ മനുഷ്യനാണ് കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്ത് ഈ വേശ്യ വൃത്തിയുണ്ടല്ലോ, അതായത് ഒരു സ്ത്രീ സ്വന്തം ശരീരം വിറ്റ് വരുമാനം ഉണ്ടാക്കി അങ്ങനെ ജീവിക്കുന്നതിനെ ഒരു മാന്യമായ തൊഴിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവര് സെക്സ് വർക്കിനൊക്കെ ന്യായീകരിക്കുന്നുണ്ടല്ലോ, സെക്സ് വർക്കിനൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടല്ലോ, അത് മാന്യമായ തൊഴിലാന്ന് പറയുന്നുണ്ടല്ലോ. ശരിക്കും നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ പക്കാ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അത് ഈ ഒരു സെക്സ് വർക്കാണ്. ഒരു ഓവർ പീരിയഡ് നടക്കുന്ന ആ ഒരു സെക്സ് വർക്ക്. സത്യത്തിൽ ഇവിടെ ആരാണ് ഉപഭോക്താക്കളായിട്ടുള്ളത്? പുരുഷന്മാരാണ്. സ്ത്രീ ശരീരം പൈസ കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിൽപ്പന ചരക്കാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒരു പരിപാടി. ഇതാണ് ഇതിനെ വലിയ ഗ്ലോറിഫൈ ചെയ്തിട്ട് മാന്യമായ തൊഴിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തു. അതേപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ത്രീയെ വിൽപ്പന ചരക്കാക്കുക ആരാണ് പറയണത്? ഹിക്കയാണ് പറയണത്. പുരോഗമനമാണേ, ഞങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്ന ആളുകളാണ്, സ്ത്രീധനം ഞങ്ങൾ കൊടുക്കാറില്ല. ഞങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കാറുണ്ട്. എന്തിനാ അങ്ങോട്ട് പൈസ കൊടുക്കണേ? അതിൻ്റെ പിന്നെയുള്ള സംഗതി എന്താണ്? എന്തിനായിരുന്നു അങ്ങോട്ട് പൈസ കൊടുത്തുകൊണ്ടിരുന്നത്? പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. എന്തിനു വേണ്ടി വാങ്ങിക്കൊണ്ട് പോകണു? നല്ലൊരു കുടുംബം നയിക്കാൻ വേണ്ടിയാണോ വാങ്ങിച്ചുകൊണ്ട് പോകണേ? അല്ല, ആവശ്യങ്ങൾ, ആദ്യം പറഞ്ഞ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അതിനേക്കാളിലൊക്കെ ഒരു അന്തസ്സുണ്ട് ഈ കൺസെക്ഷലായിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുന്ന ആളുകൾക്കിടയിൽ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ ഈ ചില ചടങ്ങൊക്കെ നടത്തുന്ന സമയത്ത് സ്ത്രീകൾക്ക് എവിടെയാണ് റോളുള്ളത്? ഇക്കമാരങ്ങ് പ്ലാൻ ചെയ്യല്ലേ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കഥയൊന്നും വിളമ്പിക്കണ്ട, കഥയൊന്നും പറയാതിരിക്കായിരിക്കും നല്ലത്. പിന്നെ ഹറാമ് ഹലാലും അതൊക്കെ നമ്മൾ പിന്നെ ആക്ഷേപഹാസ്യ രൂപേണ പറയുന്നതാണ്. ഹറാമൊക്കെ മറ്റേ നാട്ടിലുള്ള മറ്റേ വെടലശ്ശേരി മുജാഹിദുകളെ പോലുള്ള ആളുകളൊക്കെയാണല്ലോ ഓരോ കാലഘട്ടത്തിൽ തീരുമാനിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ലായിരുന്നു. പിന്നീട് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിൽ ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഹലാലാക്കി എന്നൊക്കെ ആരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ തന്നെ. ചില കാര്യങ്ങളിൽ സൗദി അറേബ്യ ഭയങ്കര സൂപ്പറാണ്. ചില കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് സൗദി അറേബ്യ ഇസ്ലാമിൻ്റെ വലിയ സംഭവമല്ല എന്ന് ആളുകൾ പറയും. ഈ വിദ്യാഭ്യാസം അനുവദനീയമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സൗദിയിൽ വാഹനം ഓടിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് അനുമതി ഇല്ലാതിരുന്നത്? അതും പഠിച്ചെടുക്കുന്ന ഒരു സ്കില്ലല്ലേ. കൂടുതൽ കഥയൊന്നും വിളമ്പണ്ടിരിക്കുക. പിന്നെ ഇതൊക്കെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഇരവാദ കരച്ചിലൊക്കെ ആയിട്ട് മറ്റേ ടൈപ്പ് പാട്ടൊക്കെ ഇറക്കുമല്ലോ. കരയാണ് എന്നുള്ള സാധനമൊക്കെ ഇറക്കുന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ പുറകെ പോവാത്തത്. അതിന് ബാക്കി അത് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ പുതുതായിട്ട് ഇങ്ങനെ വർഗീയത നടക്കാത്ത കയറിയിട്ട് ഇങ്ങനെ നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ പ്രത്യേകം എന്ന് പറയുകയാണെങ്കിൽ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു ക്രിമിനൽ ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു റേപ്പ് കേസ് കണ്ടാലും, ഒരു റേപ്പ് ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒരാൾ കുത്തിക്കൊന്ന കേസും എന്തെങ്കിലും ഒരു കേസ് കണ്ടാലും ആ ന്യൂസിനകത്തുള്ള ആളുടെ പേര് നോക്കിയിട്ട് ആശയപരമായിട്ട് സംസാരിക്കുന്ന വ്യക്തി. അപ്പോൾ ആ പേര് നോക്കിയ സമയത്ത് ക്രിസ്ത്യൻ പേരാണ്.
അപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്യണം, മറുപടി പറയുന്നത് പറയാം, ആശയപരമായിട്ട് പറഞ്ഞ പോയിന്റിന് മറുപടി പറയുന്നതിന് പകരം നേരെ ഞാൻ ചാപ്പടിക്കുക. ഇത്തരം ആളുകളുടെ മതം എന്ന് പറയുന്നത്, അത്തരം ആളുകളുടെ മത പണ്ഡിതന്മാർ, പള്ളികളൊക്കെ കന്യാസ്ത്രീകളെ കിണറ്റിലിട്ട് കൊല്ലാറുണ്ട്. ഒരുപാട് കന്യാസ്ത്രീകൾ കണ്ടിന്യൂസ് ആയിട്ട് കിണറ്റിൽ വീട് മരിച്ചതും ആത്മഹത്യ ചെയ്തതുമായിട്ടുള്ള ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ? അതേപോലെ തന്നെ പണ്ട് കുരിശുദ്ധ കാലഘട്ടത്തില് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സ്ത്രീകളെയും കുട്ടികളെയും പച്ചക്ക് ചുട്ടു തിന്ന ആളുകളാണ് ഇവര്. ഇതൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? ആദ്യമായിട്ട് ഇവർ റിസർച്ച് നടത്തി കേട്ടോ, അത് ശരിയാണ്. കാരണം ആ ഒരു വാർത്തകളിലൊക്കെ കാണിച്ചത് ചിലപ്പോൾ ശരിയായിരിക്കും, സ്ക്രീൻഷോട്ടൊക്കെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു റിസർച്ചൊക്കെ നടത്തുക ശരിയാണ്. ഈ പീഡകന്മാർ എല്ലാത്തിനകത്തുണ്ട്, എല്ലാ മതത്തിലും പീഡകന്മാരൊക്കെ ഉണ്ട്. അതിനകത്ത് സ്കോർ ചെയ്ത് നിൽക്കുന്നത് ഈ മറ്റേ ഇസ്ലാം മതത്തിലെ ചില ഉസ്താക്കന്മാരിൽ ചിലരാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. ഹയർ റാങ്കിൽ നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ മുൻപന്തിയിലുള്ളത്. അത് ഞാനിപ്പോഴും പിൻവലിക്കുന്നൊന്നുമില്ല, അങ്ങനെയൊക്കെ തന്നെയാണ്. ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. അവർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണോ ഹിക്കയുടെ വാദം? അവർ ചെയ്താലും പ്രശ്നം, നിങ്ങൾ ചെയ്താലും പ്രശ്നം. നിങ്ങൾ വലിയ കഥ പറഞ്ഞിട്ട് നിങ്ങളുടെ മതപുരോഹിതന്മാർക്ക് തന്നെ ഇതൊന്നും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ബാക്കിയുള്ള മതപുരോഹിതന്മാരിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങളെപ്പോലെ പുറത്തു വന്ന് കാമേഷ് ചിന്തകൾ പ്രചരിപ്പിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും, അവർക്ക് കുട്ടികളുണ്ടാവുമോ, അവർ സെക്സ് ചെയ്യുക, അവർ അങ്ങനെയാണ്, മൊത്തത്തിൽ പ്രശ്നമാണെന്നൊക്കെ പറയുന്നത് വളരെ തുച്ഛം മാത്രമാണ്. നിങ്ങളാണ് ഫുൾ ടൈം ഈ കഥ മൊത്തം പറയുകയും എന്നാൽ ഏറ്റവും കൂടുതൽ ലൈംഗിക അതിക്രമങ്ങളിലേക്ക് ഇടപെടുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പറയണത്. അപ്പം സുഖമായില്ലേ? നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.